അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലതിഹി ലതി അദ്രികനി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് خذ بيدي قلته التي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته التي أدركني يا رسول الله. ഏറ്റവും സ്നേഹവും ബഹുമാനവും ജമലുല്ലൈൽ തങ്ങളവറുകളെ, കൂടെ നിൽക്കുന്ന സയ്യിദവറുകളെ, മുഹമ്മദ് മുസ്ലിയാർ അവരുടെ, മറ്റ് സ്റ്റേജിലും സദസ്സിൽ നിൽക്കുന്ന ഉസ്താദന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിൽക്കുന്നത്. ഈ സദസ്സാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സുൽത്താനായ ഖാജ മൊഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിലുള്ള സദസ്സാണ്. എല്ലാ സദസ്സുകളിലും ഏകദേശം സമയം കിട്ടുന്നതനുസരിച്ച് തങ്ങളുടെ ചാരത്ത് വന്നിരിക്കുന്നത് ഫോട്ടോത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ സയ്യിദന്മാരൊന്നിച്ച് കൂടുക എന്നുള്ളത് അത് നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിനൊരു കാരണമായി തീരും. ഇങ്ങടിക്കുന്ന കാറ്റ് കുറച്ചും കൂടി അങ്ങോട്ട് അടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടെ ഇരിക്കുന്നത്. നമുക്കുള്ളത് അതേ ഉള്ളൂ, സയ്യിദന്മാരൊന്നിച്ച് കൂടുക, അവർക്ക് വേണ്ടി സേവനം ചെയ്യുക. അത് ആഖിറത്തിൽ വലിയ ഉപകാരം നമുക്ക് ചെയ്യും. നബി കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളത് അങ്ങനെയാണ് പണ്ട് കാലം മുതൽക്ക് തന്നെ മഹാന്മാരായ ആളുകളെ തന്നെ സയ്യിദ് കുടുംബത്തിനെയാണ് അവർ ബഹുമാനിച്ചിരുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു, അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു കൂട്ടം ആളുകളോട് കൂടി ഭരണാധികാരിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. അപ്പൊ സ്വാഭാവികമായി മുആവിയ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന് പ്രത്യേകമായ സദ്യയും ഹദിയയും കൊടുക്കൽ പതിവായിരുന്നു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് തങ്ങൾ വരുമ്പോ തങ്ങളെ കൂടെ കുറെ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട്. അവരെല്ലാം വന്നു. തിരിച്ചു വരുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിൽ നിൽക്കുന്ന ഭരണത്തിനൊപ്പം കൂടുന്ന ഒരു വ്യക്തി, അയാൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ കൂടുകയാണ്. പുറത്തിറങ്ങി പറഞ്ഞ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പോവുകയാണോ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിന്റെ കാര്യം? എനിക്ക് കുറെ സമ്പത്ത്, പക്ഷേ എനിക്ക് മക്കളില്ല. അതിനൊരു പരിഹാരം അങ്ങ് പറഞ്ഞു തരാം. അതിനുള്ള പരിഹാരം എനിക്ക് പറഞ്ഞു തരാം. ഉടനെ തങ്ങൾ പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു, അസ്തഗ്ഫിറുല്ലാഹ് കൂടുതൽ പറഞ്ഞു. നമ്മ കുറത്ത തങ്ങളുടെ എല്ലാ കാര്യവും പറഞ്ഞു. തങ്ങൾ പറയും ബദരീങ്ങളെ വലിയ യാസീനോദി. അത് പണ്ട് കാലത്തെ പറയാൻ തുടങ്ങിയതാണ്, ഇപ്പൊന്നും പറയുന്ന ഒന്നുമല്ല. ഒരു ഉപ്പാപ്പന്മാരെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അയാൾ പറഞ്ഞു, ഞാൻ ദിവസവും 100, 200, 700 വരെ
ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞു. അത് കാരണം എനിക്കൊരു കുഞ്ഞുണ്ടായി. മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് മക്കളുണ്ടായത്? അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ്. മുആവിയ ചോദിച്ചു, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയാനുള്ള കാരണം എന്താണെന്ന് അയാളോട് ചോദിച്ചിട്ടുണ്ടോ എന്ന്. എന്തുകൊണ്ട് ചോദിക്കാൻ? കുട്ടില്ലാത്തതിന് പകരം ചികിത്സക്ക് പകരം ഇസ്തിഗ്ഫാർ പറയണം എന്നല്ലേ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതിന് കാരണം എന്താണ്? അതിന് വല്ല തെളിവുകളും ഉണ്ടോ എന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് നമുക്ക് പഠിക്കാമായിരുന്നല്ലോ എന്ന നിലയ്ക്കാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. മറ്റൊരു വേള ആ വ്യക്തി അതിനെക്കുറിച്ച് ചോദിച്ചു, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയാൻ കാരണം? അതിന് തെളിവ് വിശുദ്ധ ഖുർആനിലാണ്. വഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅലൈക്കും മിദ്റാറാ വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും അൻഹാറാ. മക്കൾ അല്ലാഹു തരുമെന്ന് ഇസ്തിഗ്ഫാറിന്റെ കാരണം കൊണ്ട് തരുമെന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അല്ലാഹു പറഞ്ഞിരിക്കുന്നു. എന്റെ തെളിവ് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇസ്തിഗ്ഫാർ പറഞ്ഞത്. ഈ റജബ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ തങ്ങളോടാണ് സങ്കടം പറയുന്നത്. അത് പണ്ട് കാലം മുതൽക്ക് തന്നെ സങ്കടം പറയുന്നത് തങ്ങളന്മാരാണ്. നമുക്ക് അവരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സദസ്സിൽ നിങ്ങളെല്ലാവരും വന്നു നിൽക്കുന്നത്. തങ്ങളെ ഒരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ മതിയാ. ആ നിലക്കാണ് നമ്മൾ ഈ സദസ്സിൽ വന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നമ്മളെ സയ്യിദന്മാർക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ തന്നെ ദീർഘകാലം ദീനിന്റെ സേവനം ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. ഇവിടെ ചെറിയ വിഷയം അതറിയാതെ മീറ്റ് വന്നതാണ്. കിതാബുകളും തങ്ങന്മാരുണ്ട്. നമ്മളെ ചെരുപ്പ് സയ്യിദന്മാരെക്കാരും മീറ്റ ചെരുപ്പ്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സിനാ പർവ്വതം കയറുമ്പോൾ അല്ലാഹു പറഞ്ഞു, മൂസ പരിശുദ്ധമായ സ്ഥലത്തേക്കാണ് അങ്ങ് കയറുന്നത്. അതുകൊണ്ട് അങ്ങയുടെ രണ്ട് ചെരുപ്പും അഴിച്ചു വെക്കണം. അയച്ചു വെച്ച് നല്ല സ്ഥലത്തേക്ക് കടക്കാം. സയ്യിദന്മാരുള്ള സ്ഥാനത്ത് പിന്നെ ചെരുപ്പ് അത്ര നല്ലല്ല. കിതാബുകൾ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്വഭാവം കൂട്ടിട്ട് വരുന്നവർ അങ്ങനെ എന്നെ പൊരക്ക് കയറുന്ന തോർത്തിലെല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ ഓന്റെ കാലിൽ അയക്കാൻ കഴിഞ്ഞില്ല. എന്റെ പൊരക്ക് വരുന്ന കുറെ ആൾക്കാർ വന്നു. അപ്പൊ ഒരുത്തം പോയിട്ടിട്ട് ഞാൻ അയച്ചു അയക്കാൻ കഴിഞ്ഞില്ല. ഉടനെ നിൽക്കും, ഉള്ളക്ക് കയറണ്ടാവും. അയക്കാൻ കഴിയാത്ത കൂട്ടണ ഉള്ളക്ക് കയറണ്ട. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നല്ല സ്ഥലം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് കയറുമ്പോൾ ചെരുപ്പ് അയച്ചിട്ട് ഇത് ഇട്ടോണ്ട് മേലോട്ട് കയറാൻ പാടില്ല. താമസിക്കുന്ന സ്ഥലം തങ്ങന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് അവർ വന്ന് ഓതി. നമ്മളിപ്പോഴും ഖുർആൻ ഓതുന്ന സ്ഥലം നല്ലതാവണമെന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തേക്ക് ഒരു ചെരുപ്പ് അയച്ചിട്ടേക്കാണ്. ഓന്റെ ചെരുപ്പിൽ മാത്രം ഊരാൻ കഴിയാത്ത ബാക്കിയുള്ളവരെല്ലാം ഉസ്താദ്മാർ വന്നാലും ചെരുപ്പ് അയച്ചിട്ടാക്കിയാൽ ഓന്റെ ചെരുപ്പിൽ ഊരാൻ കഴിയില്ല. ഈ കയറുകയും അങ്ങനെയല്ലേ പറയില്ല. അപ്പൊ നല്ല സ്ഥലത്തേക്ക് കയറുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് കയറി ചെരുപ്പിട്ട് കയറാൻ പാടില്ല. ഖുർആനിലല്ലാഹു പറഞ്ഞു. അപ്പൊ ആദരവ് നമുക്കത് വേണം. അത് സയ്യിദന്മാരുള്ള സാധനം പ്രത്യേകിച്ചും അവരെ ബഹുമാനിക്കണം. സയ്യിദന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് അവരെക്കാരും മീത്ത വീട്ടിൽ പിന്നെ ഒരു തന്നെ ആ ബഹുമാനം തന്നെ നമുക്ക് വേണം. തിന്നാന്നിരിക്കുമ്പോ അത് മുന്നേ സയ്യിദന്മാർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അവർ തിന്നു ഉറപ്പ് വരുത്തിനു ശേഷം ഞമ്മ തിന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി സുഖേട് എന്ത് ചെയ്യാൻ നമ്മൾ തിന്നിട്ട് അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ്. മഹാനായ സയ്യിദ് കുമ്പോൽ തങ്ങൾ ഞാനൊരു പൊര കുടിക്കും, ഞാനും തങ്ങളുണ്ട്. അപ്പൊ ആട്ടിന്റെ തലയിൽ കുറെ ഇറച്ചി സാധനം എല്ലാം വെച്ച് ഞാനെല്ലാം തങ്ങൾക്ക് ഇട്ട് കൊടുത്തു. ഞാൻ 10 ലിറ്റർ എന്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഞാൻ തിന്നില്ല. സാധനം എല്ലാം തങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് എനിക്കിട്ടാണ് നിങ്ങൾ തിന്നോന്നോളി. ഞാൻ പിന്നെയും എന്ത് വേണം വേണ്ടതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് തങ്ങളെന്ന് ഇണക്കെടുത്ത് തന്നിട്ട് ഇത് തിന്നോളി.
അതെന്താ തരാൻ കാരണം? കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട്, കുറേ ഉസ്താദന്മാരുണ്ട്. അവരെല്ലാം എന്റെ മൂട്ടയ്ക്ക് നോക്കി. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതേ ഉള്ളൂ, തങ്ങന്മാരെ പൂച്ചയായിട്ട് ജീവിക്കുക. അവർ തന്നത് തിന്ന, അതിന് വലിയൊരു ബർക്കത്ത് നമുക്ക്. നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, അവർ തരുന്നത് എന്തൊക്കെയുണ്ടോ, അതിൽ വലിയൊരു ബർക്കത്ത് നമുക്ക്. നമ്മുടെ ഹാജയുടെ സദസ്സാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മുഹമ്മദ് മുസ്ലിയാർ കുറെ ഹാജാനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് ധാരാളം ഉണ്ട്. അയാൾക്ക് കുറെ ഉണ്ടാവും, അതിൽ ചിലതേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. ഹാജാനെ സിയാറത്ത് പോകാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് ഒരു തങ്ങള്, ആ തങ്ങള് ഞാനായിട്ട് കുറെ അടുപ്പാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അജ്മീർ പോകുന്നത് ശരിയാണ്, അവിടെ കുറെ സാധുക്കളുണ്ട്, ഖലീഫമാർ, പകുതി തുണി കൊടുത്തവർ, ഉടുക്കാതെ നടക്കുന്നവർ, മുടിയിട്ട് നടക്കുന്നവർ, ഇങ്ങനെ പല സൈസോടെ ആളൊക്കെ. ആരെയും ചെറുതായി കാണരുത്, ആരെയും പറയരുത്. അത് ഹാജാന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ആന്തതങ്ങൾ അങ്ങനെ അങ്ങനെ ചില കാരണമുണ്ട്. ഞാന് ഏർവാടി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു രോഗിയെ, അയാൾ കുറെ കാലമായി ഏർവാടിയിൽ താമസിക്കുന്നത്, അവിടെ നിന്ന് അജ്മീറിലേക്ക് പോകണമെന്നാണ് അയാൾക്ക് ഓർഡർ. അയാളെ കയ്യിൽ ഒരു പൈസയില്ല, ഇയാളെ അജ്മീറിലേക്ക് എത്തിക്കണം. അയാൾ എന്നോട് പറഞ്ഞു, എന്നൊന്ന് അജ്മീറിലേക്ക് എത്തിക്കും, എന്റെ കയ്യിലെ കാശില്ല, ഞാൻ കുറെ സമയങ്ങളായി വന്ന് ഏർവാടിയിൽ നിൽക്കുകയാണ്, ചെലവിന് പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെ അജ്മീറിലേക്ക് പോകും? തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിലും കാശില്ല, എനിക്കൊരു സ്വഭാവമുണ്ട്, ഉള്ള കാശ് ഉള്ളതുവരെ ഞാൻ യാത്ര ചെയ്യും, എന്നിട്ട് ഹോട്ടലിൽ ജോലിക്ക് നിൽക്കും, അവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വീണ്ടും യാത്ര ചെയ്യും. നിനക്ക് വരാൻ പറ്റുമോ, കൂടെ നിൽക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ നിന്നോളാം. അവ രണ്ടാളും ഇറങ്ങി ഏർവാടിയിൽ കാശ് തീരുന്ന സ്ഥലത്ത് ഹോട്ടലിൽ ജോലിക്ക് നിന്ന് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ പോയി അവർ അജ്മീരിലേക്ക് എത്തി. പണ്ടത്തെ കാലത്തുള്ള അജ്മീർ പോലെയല്ല ഇപ്പം. പണ്ട് റെയിലിൽ ഇറങ്ങി പോയെങ്കിൽ പിന്നെ തുറന്ന സ്ഥലം, പോയി നടക്കാനെല്ലാം പറ്റുന്ന സ്ഥലം, ചായക്കടയിൽ പിന്നെ ചായ ഉണ്ടാവും, അത് റോഡ് സൈഡിലേ ഉണ്ടാവും, അവിടെ തിന്നാൻ തിണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ മോഡലെല്ലാം പണ്ടത്തെ കാലത്ത്. അപ്പൊ ഞങ്ങൾ പോയി എത്തി ഉടനെ ദർഗയിലേക്ക് എത്തുന്നതിന് മുമ്പ് കടയിൽ നിന്ന് രണ്ടാൾക്ക് രണ്ട് ചായ എടുക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ഒരു വ്യക്തി വരുന്നു. ഈ ഖലീഫമാരെ കൂട്ടത്തിൽ ഒരു ഫക്കീർ ഓടി വന്ന് പറഞ്ഞു, എനിക്കൊരു ചായ എടുത്തതാ. തങ്ങൾ പറഞ്ഞു, നിനക്കെന്താ കയ്യില്ല, ഞാൻ എന്തിനാ എടുത്തു തരുന്നത്? അയാൾ പറഞ്ഞു, വീണ്ടും എനിക്കൊരു ചായ എടുത്തതാ. അയാൾ വീണ്ടും ഓർത്തു, നിങ്ങൾക്ക് കയ്യില്ല, പിന്നെ ഞാൻ എന്തിനാ എടുത്തു തരുന്നത്? മൂന്നാമത്തെ പ്രാവശ്യം ഖലീഫ പറഞ്ഞു, നിന്നോടാ പറഞ്ഞു എനിക്കൊരു ചായ. തങ്ങൾ പറഞ്ഞു, എന്നാ 3 ചായ. 3 ചായ അടിച്ചു. മൂന്നാളും ഗ്ലാസ് എടുത്ത് കുടിക്കുന്നു. ഇയാൾ പെട്ടെന്ന് ചായ കുടിച്ച് അയാളെ ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം തങ്ങളുടെ ചെവിന്റെ അടുത്ത് വന്ന് അയാൾ മന്ത്രിച്ചു പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ ഏറുവാടിയിൽ നിന്നാണ് ഹാജാന്റെ അടുത്തേക്ക് വരുന്നത്, ഇയാളെ സൂക്കേടിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഇയാളെ സൂക്കേട് ഇന്നതാണ്, ഇന്ന സ്ഥലത്താണ് അയാളെ മരുന്നുള്ളത് എന്ന് ഹാജ നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് വറ്റ പോക്കുക. ഫക്കീറിനെ നിന്ദിക്കണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്, അയാളെ അനുഭവം, ഞാൻ അനുഭവസ്ഥനാണ് എന്നാണ് ആ തങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കഥകൾ ഹാജാന്റെ അടുത്ത് നടക്കുന്നുണ്ട്. ഏത് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നാം ഉദ്ദേശിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ടവരുടെ ഹജ്ജാണെന്ന് പോലും ചില ആളുകൾ പറയുന്നുണ്ട്. ഹാജാന്റെ അടുത്തേക്ക് പോവുക എന്നുള്ള ഏത് സമയം ഉറൂസ് പോലെ തന്നെയാണ്. ചില അപ്പുറം ചില കള്ളം വളർന്ന് അത് നോക്കണ്ട, നല്ലതുള്ളോട് പൊട്ടും എങ്ങനെയുണ്ടാവും അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തോട് കൂടിയാണ് മഹാന്മാരെ നാം സമീപിക്കുക. മഹാനായ ഹാജാതങ്ങൾ വെറുതെ അങ്ങനെ ഒരിയായിട്ടൊന്നും കിട്ടിയതൊന്നല്ല, വെറുതെ കിട്ടിയതൊന്നുമല്ല. അയാൾ നല്ല പഠിച്ച ആളാണ്, ഹാഫിളായതിനു ശേഷം ദർസിൽ പോയി ഉസ്മാൻ അൽ ഹാറൂനി എന്ന മഹാനോട് വലിയ ശൈഖിന്റെ അടുത്ത് ഇൽമുകൾ ധാരാളം പഠിച്ചു. അതിന് പുറമെ
വിലായത്തിന്റെ സ്ഥാനവും ആ മഹാൻ കൊടുത്തു. അത് കൊടുത്തത് വെറുതെയല്ല. കുറെ അധ്വാനിച്ചതിന് ശേഷം, കുറെ റിയാലുകൾ കഴിഞ്ഞതിന്റെ ശേഷം മക്കത്ത് എത്തി. ഹറമിൽ നിന്നുകൊണ്ടാണ് ഹാജ തങ്ങൾക്ക് വിലായത്തിന്റെ അധികാരം കൊടുക്കുന്നത്. അത് വെറുതൊന്നും കിട്ടിയ ഒരു സാധാരണ വ്യക്തി എന്ന് ആരും വിചാരിച്ചു പോകണ്ട. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളുകൾ കുതുബീങ്ങളുടെ സ്ഥാനത്തേക്ക് എത്തുന്നത് സയ്യിദന്മാർക്ക് അതുള്ളൂ. നമുക്കൊന്നും അവിടെ നിന്ന് എത്താൻ കഴിയും. വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തുന്ന അവർ മാത്രമേ എത്തുള്ളൂ. അപ്പോ പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ഥാനമാണ് ഹാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഇന്ത്യയിലേക്ക് അയച്ചു തന്ന അതാഉർ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ദൂതരാണ് നമുക്ക് തന്നതാണ്. എന്ത് കാര്യവും പറയാനുള്ള റസൂലുള്ളാഹി അയച്ച ആളോട് നമുക്ക് പറയാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഹാജിയുടെ സദസ്സാണ് ഈ സദസ്സ്. അതിന് പുറമെ ഈ പരിശുദ്ധമായ മാസം റജബ് മാസം, യുദ്ധം ഹറാമായ മാസങ്ങൾ 4 മാസങ്ങളിൽ ഉണ്ട്. അതിൽ തുടർച്ചയായ 3 മാസങ്ങളാണ് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം. പവിത്രമായ മാസങ്ങളാണ്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന മാസമാണ് റജബ്. അത് തുടരെയായി നിൽക്കുന്നത് അല്ല. ഈ മാസത്തിന്റെ പവിത്രത അത് അറിയിക്കുന്നു. യുദ്ധം പാടില്ല, സമാധാനമാണ് ഇതിൽ വേണ്ടത്, ഇബാദത്തിന് വേണ്ടിയാണ് ഒരുങ്ങേണ്ട സമയമെന്ന് ഈ റജബ് മാസം നമ്മൾ അറിയിക്കുന്നു. ഒരു മാസത്തിന് കൂടുതൽ പേരുകൾ വരാൻ ഒരു 15ഓ 12ഓ പേരുകൾ ഈ റജബ് മാസത്തിനുണ്ട്. റജബ് എന്ന് മാത്രമല്ല, പേര് കൂടുതൽ വരിക എന്നുള്ളത് ആ മാസത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു. അല്ല പഠിച്ച സമയമെല്ലാം ഒരുപോലെയല്ലേ ഉസ്താദെ? ഒരു സാധാരണ ചോദ്യം. അല്ല പഠിച്ച ദിവസം എല്ലാം ഒരുപോലെയല്ലേ? അല്ല പഠിച്ച സൃഷ്ടികളെല്ലാം ഒരുപോലെയല്ലേ? അല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുകയാണ്, ഈ ലോകത്തേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ അയച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റ സ്ഥാനത്തിലല്ല. അമ്പിയാക്കന്മാരുടെ സ്ഥാനമല്ല മുർസലീങ്ങൾക്കുള്ളത്, മുർസലീങ്ങളുടെ സ്ഥാനമല്ല ഉലുൽ അസ്മിനുള്ളത്, ആ ഉലുൽ അസ്മിൽ തന്നെ പെട്ടവരുടെ സ്ഥാനമല്ല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. എല്ലാം വ്യത്യാസമാണ്. എല്ലാ മാസവും ഒരുപോലെയല്ല. മാസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ മാസമുണ്ട് റമളാൻ മാസം. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ ഇരട്ടി പ്രതിഫലം നൽകുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. ആ മാസത്തിൽ തന്നെ സ്ഥാനത്ത് വേറെയും നിൽക്കുന്ന മാസങ്ങളുണ്ട്. എല്ലാ മാസവും ഒരുപോലെയല്ല. എല്ലാം അല്ലാഹു പഠിച്ചത് തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. വിശുദ്ധ ഹറമിനെ പോലെയല്ല ഈ സ്ഥലം. മക്കത്തെ ഹറമിനെ പോലെയല്ല മദീനത്തെ ഹറം. അല്ല, മക്കത്തെ പള്ളിയെ പോലെയല്ല മദീനത്തെ പള്ളി. മദീനത്തെ പള്ളിയെ പോലെയല്ല ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയെ പോലെയല്ല മറ്റു അങ്ങനെയുള്ള പള്ളികളുള്ളത്. പള്ളികളുടെ സ്ഥാനത്തിലും വ്യത്യാസങ്ങളുണ്ട്, സ്ഥലങ്ങളുടെ വിഷയത്തിലും വ്യത്യാസങ്ങളുണ്ട്, സമയങ്ങളുടെ വിഷയത്തിലും വ്യത്യാസങ്ങളുണ്ട്. എല്ലാ സമയം ഒരുപോലെയല്ല. എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു ആണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നു, ജുമാ ദിവസം അന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഇന്നതാണെന്ന് അറിയിച്ചു തന്നിട്ടില്ല. ആ സമയം മറ്റു സമയത്തെ പോലെയല്ല. ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കൽ നമുക്ക് സുന്നത്താണ്. ആ സമയത്ത് തന്നെ നമ്മൾക്ക് ദുആരക്കണം. ആ സമയത്ത് തന്നെ നമ്മൾക്ക് സ്വലാത്ത് ചൊല്ലണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ സമയം ഒരുപോലെയല്ല, എല്ലാ സ്ഥലവും ഒരുപോലെയല്ല,
എല്ലാ മാസവും ഒരുപോലെയല്ല, എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല, ഒന്നിനേക്കാൾ സ്ഥാനമുണ്ട് എന്ന് അല്ലാഹു തന്നെ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ റജബ് മാസം മറ്റു മാസങ്ങളെ പോലെയല്ല. തുസബ്ബു ഫീഹിൽ ബറക, അല്ലാഹ് ബറക്കത്ത് ഇങ്ങോട്ട് ചൊരിച്ചു തരുന്ന മാസമാണ് റജബ് മാസം. അല്ലാഹുവിന്റെ ബറക്കത്ത് ഇങ്ങനെ ചൊരിഞ്ഞു തരുന്ന, ആ ബറക്കത്ത് ലഭിക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ സമയവും ഒരുപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് ഇസ്രാ എന്ന രണ്ട് കാര്യം നടത്തിയത് ഈ റജബ് മാസത്തിലാണ്. ഉമ്മഹാനിയുടെ വീട്ടിൽ നിന്ന് മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. അവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു സംസം വെള്ളം കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹൃദയം ശുദ്ധീകരിച്ചു. അവിടുന്ന് ബുറാഖ് എന്ന ഒരു യന്ത്രം, അത് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു വാഹനമാണ്. ആ വാഹനത്തിൽ കൂടിയാണ് ഇസ്രാ നടത്തുന്നത്. മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ കൊണ്ടുപോകുന്നു. ഇതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. രാത്രിയുള്ള നടത്തം. അത് ഡയറക്റ്റായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതല്ല. പിന്നെയോ അതിന്റെ ഇടയ്ക്ക് 5 സ്ഥലങ്ങളിനകത്ത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയിരിക്കുന്നു. വലിയൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തിന് മുമ്പ് മഹാന്മാരെ കാണണം, അവരൊന്ന് സിയാറത്ത് ചെയ്യണം, എന്നിട്ടേ യാത്രയ്ക്ക് മുതിരാവൂ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങുന്നു. അതാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇറങ്ങി മദീനയിൽ ഒന്ന് ഇറങ്ങുകയാണ്. തന്റെ വാഹനം ബുറാഖ് ഇറങ്ങുന്നു. ഇറങ്ങി ആ സ്ഥലം സന്ദർശിച്ചാ പോകുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, പിൽക്കാലം അങ്ങയുടെ വന്ന് താമസിക്കേണ്ട സ്ഥലമാണ് മദീന. ആ മദീനയാണ് ഇത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. തൂരിസിനാ പർവ്വതത്തിന്റെ അടുത്ത് വന്ന് ഇറങ്ങുകയാണ്. ബൈത്രോബിൽ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചു വീണ സ്ഥലം, ആ സ്ഥലത്ത് വന്ന് ഇറങ്ങുകയാണ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൻ്റെ അകത്ത് ഇറങ്ങിട്ടാ പോകുന്നത്. ഇത് നമ്മൊരു പാഠം പഠിപ്പിക്കുകയാണ്. നല്ലൊരു സ്ഥലത്തേക്ക് പോകുന്ന വ്യക്തി, ഹജ്ജിന് പോകുന്നവൻ, ഉംറയ്ക്ക് പോകുന്നവൻ, സിയാറത്തിന് പോകുന്നവൻ, നല്ല ആളുകളുമായി ഒന്ന് സംസാരിക്കണം. തങ്ങളെ, ഞാനൊന്ന് സിയാറത്തിന് പോവുകയാണ്, ഞാനൊന്ന് ഉംറയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ദുബൈയിലേക്ക് പോവുകയാണ്, ഒന്ന് നല്ല ജനങ്ങളോട് പറഞ്ഞിറങ്ങണമെന്ന് ഈ പാഠം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുന്നവൻ അതിനു മുമ്പ് മഹാന്മാരെ കണ്ടുപോകണം മദീനയിലേക്ക്. കാരണം വലിയ നേതാവിനെ കാണുന്നതിന് മുമ്പ് ചെറിയ നേതാക്കളോട് സമ്മതം ഒന്ന് ചോദിക്കണം. അവരൊന്നെല്ലാം കണ്ട് സിയാറത്ത് ചെയ്തിട്ടാണ് മദീനയിലേക്ക് നാം പോകേണ്ടത്. ഒരു കാര്യത്തിന്റെ തുടക്കം നന്നായി കഴിഞ്ഞാൽ അതിന്റെ ഒടുക്കവും നന്നാണെന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് തന്റെ ഹിക്കമിന്റെ അകത്ത് പറയാണ്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാ. അത് ഏതൊരു കാര്യത്തിനും ബാധകമാണ്. നമുക്ക് കല്യാണം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നല്ലൊരു ജീവിതത്തിലേക്ക് നാം കടക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? തുടക്കം തന്നെ കുരുത്തക്കേടാണെങ്കിൽ ഒടുക്കും കുരുത്തക്കേട്. പെണ്ണ് കാണാൻ ആദ്യം പോകുന്ന എടക്ക് പോകണം, ഒരക്ക് പോയാൽ ശരിയാവില്ല. പിന്നെ ഒന്നിരിക്കൽ ഉള്ളാളത്തേക്ക് പോകണം, ഏതെങ്കിലും ഒരു മക്കാമിന് അല്ലെ പോസ്റ്റ് ഹോട്ടലിലേക്ക് പോകണം, അല്ലെങ്കിൽ കടത്താളത്തേക്ക് പോകണം. മക്കാമിലൂടെ പെണ്ണ് കാണാൻ. അങ്ങനെ മക്കാമിലൂടെ പെണ്ണ് കണ്ടിട്ട് കാണുന്ന മാത്രമല്ല, പിന്നെന്ത് വേണം? അവളെ കൈ പിടിക്കണം, വിഷയം പറയണം, ഒന്നിച്ചിട്ട് കൈയും കൈയും പിടിച്ചിട്ട് ഫോട്ടോ എടുക്കണം, എല്ലാ കാര്യവും ചെയ്യണം. ഇതേടെങ്കിലും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നവരല്ലേ, നല്ല മക്കൾ നമുക്ക് വേണ്ടി, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന മക്കളാ വേണ്ടി. പിന്നെ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ശരിയാണ്?
ഹറാമിൽ നിന്ന് മുളച്ച് ഏത് കാര്യം അത് നരകം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ് ഹബീബിന റസൂലുള്ളാഹി. തുടക്കം തന്നെ ഹറാമാണെങ്കിൽ പിന്നെ ഒടുക്കം നന്നാവും. തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവുകയുള്ളൂ. പെണ്ണിനെ കാണണം. എല്ലാ കണ്ണും ഒരുപോലെയല്ല. പുതിയ ആദ്യം പെണ്ണിനെ കാണണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഭംഗി കണ്ട പെണ്ണ് എനിക്ക് ഭംഗി കണ്ടോളണം എന്നില്ല. എനിക്ക് ഭംഗി കണ്ട പെണ്ണ് മറ്റൊരാൾക്ക് ഭംഗി കണ്ടോളണം എന്നില്ല. എല്ലാ മുഖവും ഒരുപോലെയല്ല, എല്ലാ കണ്ണും ഒരുപോലെയല്ല. അതുകൊണ്ട് പുതിയ ആപ്പിളയാണ് കാണേണ്ടത്. ഓന്റെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പെണ്ണാണ്. ഓന്റെ കണ്ണിന് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. ഇത് അങ്ങനെയല്ല. പുതിയാപ്പിള പയ്യ പിന്നാരി കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു. അത് ഒരിക്കൽ എന്റെ കുറിച്ച് ചമയിച്ച് നോക്കിയാൻ പോരാ, നടപ്പിച്ചിട്ട് ഇരിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു. ഇത് ഇസ്ലാമിക നിയമമല്ല. ഇസ്ലാം പറഞ്ഞൊരു നിയമമുണ്ട്, മുഖവും കയ്യും നോക്കുക എന്നുള്ള നിയമമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ. ആ മുഖവും കയ്യും നോക്കണം എന്ന് ഇസ്ലാം പറയാനുള്ള കാരണം എന്താണ്? മനുഷ്യന്റെ 2 കൈപ്പത്തിയിലും അവന്റെ മുഖത്തിലും അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെ അടയാളം അല്ലാഹു കുത്തിവെച്ചിരിക്കുന്നു. എല്ലാ ഭാഗത്തിന്റെയും ശരീരത്തിന്റെ അന്തർഭാഗത്ത് ഉൾഭാഗത്ത് നിൽക്കുന്ന ഓരോ അവയത്തെ കുറിച്ചും അവന്റെ മുഖത്തും കയ്യിലും അല്ലാഹു അടയാളപ്പെടുത്തി തന്നിരിക്കുന്നു. അത് ഞാൻ ഇപ്പൊ പറഞ്ഞാല് ഒരു പെണ്ണിന് ശ്രദ്ധിക്കുന്ന ആളുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് പറയില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. മനുഷ്യ ശരീരത്തിന്റെ അകത്ത് എന്തെല്ലാം അവയും എങ്ങനെയെല്ലാം അതിൽ ഏതാണ് മനുഷ്യ സുഖത്തിന് ഏറ്റവും അനിവാര്യമായത്? ആ അടയാളങ്ങളാണ് മുഖത്തും കയ്യിന്റെ അകത്തും അല്ലാഹു വെച്ചിരിക്കുന്നത്. അത് 2 കൈ നോക്കുമ്പോൾ മനസ്സിലാകും, മുഖം നോക്കുമ്പോൾ മനസ്സിലാകും. ഇത് മാത്രം നോക്കിയാൽ മതി. മനുഷ്യന്റെ ജീവിതത്തിലുള്ള സുഖത്തിന് വേണ്ടി, പെണ്ണ് കെട്ടുന്ന സുഖത്തിന് വേണ്ടിയല്ലേ, ആ സുഖം അനുവദിച്ച് കിട്ടണമെങ്കിൽ അതിൽ ചില അടയാളങ്ങൾ അല്ലാഹു രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മുഖവും കയ്യും. അല്ലാത്ത ഭാഗത്ത് അത് കാണില്ല. മുഖത്തും കയ്യും അത് പ്രത്യക്ഷമായി കാണുന്നുണ്ട്. ആ അടയാളങ്ങളെ കണ്ടറിയാൻ വേണ്ടിയാണ്. അത് പുതിയാപ്പിള നോക്കി ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് നോക്കേണ്ടവന്റെ തറവാട് ഏതാണ്, നല്ല കുടുംബമാണോ, ഓളെ കുറിച്ച് എങ്ങനെയാണ് അറിയേണ്ടത്. ഇക്കതെല്ലാം നാട്ടിലെ ഉസ്താനോട് കേട്ട് എല്ലാം A to Z പള്ളി നിൽക്കുന്ന ഉസ്താനോട് പോയി ചോദിച്ചാൽ മതി. അപ്പൊ ചോദിക്കുന്ന സമയത്ത് അയാളെല്ലാം പറഞ്ഞത്. അങ്ങനെ ഒരു ഉസ്താനത്ത് ഞാൻ പോയി കേൾക്കാൻ അങ്ങനെ പോയപ്പോ ഇങ്ങനെ ഒരാളുണ്ട്. ആ ചങ്ങായി പള്ളിക്ക് വരാനുള്ള ഉസ്താദ് വരുന്നു. എപ്പോഴും വരുന്ന അല്ലല്ല, ആഴ്ചക്ക് ഒരു പ്രാവശ്യം. എപ്പോ? വെള്ളിയാഴ്ച. എല്ലാ വെള്ളിയാഴ്ച എപ്പോ വരുന്നു? തുടക്കത്തിൽ വരുന്ന, ലാസ്റ്റ് വരുന്നതാ? അല്ല, ലാസ്റ്റ്. ഓൻ എന്താ പണി? ഡ്രൈവർ. ഓൻ അതൊന്നും അറിയല്ലോ ഉസ്താദ്. നിങ്ങൾ എത്ര കൊല്ലായിട്ടുള്ള? ഞാൻ 12 കൊല്ലായി. 12 കൊല്ലായിട്ട് നിങ്ങളെ നാട്ടിലുള്ള ഒരു വ്യക്തി നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ കളവല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലെ ഉസ്താദല്ലേ? കിതാബിൽ നമ്മൾ പഠിച്ചതല്ലേ? ഒരു പെണ്ണ് കേൾക്കാൻ പോകുമ്പോൾ സത്യം തുറന്നു പറയണം, ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങൾ പഠിച്ചിട്ട് ഇത് ഗീബത്താവൂലാന്ന് കിതാബിലില്ല. അപ്പൊ ഉസ്താദ് കുടിക്കുന്നു, കുറച്ച് കുടിക്കുന്നു. ഇപ്പൊ നേര് പേടിയായില്ല ചെല്ലുമ്പോ എന്നെ ചെല്ലണം കേട്ടോ. ഇല്ല, ആ പെണ്ണിന് വെറുതെ സത്യം പറയണം. ഉള്ളതുപോലെ പറയണം. പെണ്ണ് കേൾക്കാൻ ചോദിച്ചു വന്നു എന്റെ അടുത്ത് കേൾക്കാൻ എന്റെ ഞാൻ മാലിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വയസ്സന്മാർക്ക് ചില അറിവുകൾ കൂടുതലുണ്ടാവും. കാരണം അനുഭവമാണ്. അറിവല്ല വലുത് അനുഭവം. അവരോട് കുറെ കേട്ട് പഠിക്കേണ്ടി. അപ്പൊ അയാള് വന്നൊരു നല്ല മനുഷ്യരെ ഉസ്താദേ ഇന്നാലുള്ള മോളെ നിനക്കറിയാം? അപ്പൊ എങ്ങനെ നിങ്ങൾ ആ പുരക്ക് പോയില്ല? ഞാൻ ആ പുരക്ക് പോയില്ല. നിങ്ങൾ എത്ര കൊല്ലം ഇവിടെ വന്നിട്ട്? ഏകദേശം ഒരു 5 കൊല്ലം 6 കൊല്ലം ഏകദേശം. ഇതുവരെ നിങ്ങൾ പോയിട്ട് ഇല്ല. ഇനി ആ പെണ്ണ് ഞങ്ങൾക്ക് വേണ്ട.
ആ പെണ്ണ് വേണ്ട. അതെന്താ ഒരു നല്ല മനുഷ്യന്മാരല്ല ഇങ്ങനത്തെ അങ്ങനെ പറയാൻ കാരണം രണ്ട് കാര്യം. അയാൾ എന്നോട് പറഞ്ഞു ദീനിയായിട്ട് ഒരു ബന്ധമില്ല ഉസ്താദേ. നിസ്കരിക്കുന്നില്ല മക്കളതല്ല. ഒരു പള്ളി ഇമാമിനെ ഒരിക്കലെങ്കിലും പുരക്ക് വിളിക്കണ്ടേ? അയാൾ കൊല്ലത്തിൽ ഒരു ഉസ്താദ്മാരെ ആരെയും വിളിച്ചിട്ട് മൗലിദ് കഴിക്കലില്ല. പള്ളി അയാൾക്ക് ബന്ധമില്ല. ആ മക്കളും അങ്ങനത്തെ തന്നെ ആയിരിക്കും. ഉപ്പാന്റെ ബുദ്ധി എന്നായിരിക്കും മക്കളും. എന്റെ മക്കളെ വടക്കാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. ഒരു ഉസ്താദ് 5 കൊല്ലം പള്ളിയിൽ ഇതുവരെ നിങ്ങളെ പുരക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാല് ദീനിയായിട്ട് അയാൾക്ക് ബന്ധമില്ല. അല്ല ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരു കാര്യം അയാൾ ബഖീലാണ്, കൊടുക്കല. അയാൾ നല്ല നിസ്കരിക്കുന്നുണ്ട്, മറ്റേ ആൾക്ക് കൊടുക്കല. കൊടുക്കുന്നതിന്റെ പേടിച്ചിട്ടാണ് ഈ പരിപാടി അയാൾ നടത്തുന്നത്. ഈ 2 കാര്യം ഞാൻ ചെയ്തതല്ല. ആ വയസ്സനോ എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇതെന്ത് കഥ ഇങ്ങനത്തെ ഒരു കഥ. കാരണം എന്റെ നാട്ടിൽ ഞാൻ പോകണ്ട. കൊല്ലത്തിൽ ഒരിക്കൽ ഒരു പരിപാടി എന്തിനും ഒരു നോമ്പ് തുറക്ക് വിളിക്കണം, അതുപോലും വിളിച്ചിട്ട്. അപ്പൊ ദീനിയായിട്ടുള്ള ബന്ധം അവർക്ക് ഇത്രേ ഉള്ളൂ. ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഉസ്താദ്. ഞാൻ പറയാതിരിക്കാൻ പറ്റോ? ഉള്ളത് പോലെ പറയാം. അപ്പൊ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ദീനിയായ കാര്യങ്ങൾ പൊരയിൽ നടന്നുകൊണ്ടുണ്ടാവും, ഉസ്താദ് പോയിക്കൊണ്ടുണ്ടാവും. ഒരു ഉസ്താദോ ഒരു തങ്ങളോ വന്ന് കയറുമ്പോ റഹ്മത്തിന്റെ മലക്ക് അങ്ങനെ തന്നെ വന്ന് നാളെ മഹ്ശറയിൽ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിന്ന് മിന്നൽ വേഗത്തിൽ പറക്കുന്ന ആളുകളുണ്ട്. അത് കുറഞ്ഞു അവസാനം കാല് വെക്കാൻ ധൈര്യമില്ലാതെ നിൽക്കുന്ന സമയത്തിന്റെ അകത്ത് മലക്കുകൾ എങ്ങനെയും ഇയാളെ രക്ഷപ്പെടുത്താനുള്ള വഴി നോക്കാം. അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഉസ്താദോ ഒരു പണ്ഡിതൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാൾ സുഫ്രയിരുന്നിട്ട് എന്തെങ്കിലും ഭക്ഷിച്ചിട്ടുണ്ടോ? അയാളോട് ചോദ്യം. ഇല്ല ഉസ്താദ് ഇന്നിട്ട് ഞമ്മപ്പുറത്തല പോയി പോകാൻ വിരുന്നുണ്ടാക്കുന്നത് പൊരക്കാരൻ മുന്നേ വന്നിരിക്കണം. കൈ ഓപ്പുറത്ത് നോക്കണേ ഇങ്ങനെ തിന്നി ഉസ്താദ് ഇത് പറയാൻ പാടില്ല. മുമ്പ് കയ്യന്റെ പൊരക്ക. അപ്പൊ കയ്യുന്ന സ്ഥലം ഇടുന്ന അതിഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഓ വന്നിട്ട് മുന്നേ ഇരിക്കണം. പൊരക്കാരൻ ഞാൻ അപ്പുറം പറയുന്നില്ല, കഥ കുറെ ഉണ്ടാവും. ചുരുക്കി ഞാൻ പറയാം, പൊരക്കാരൻ ആദ്യം വന്നിരിക്കണം തിന്നാൻ, എന്നിട്ട് ബാക്കിയുള്ളവർ ഇരുത്തണം. ഞാൻ അങ്ങനെ വേണ്ടിയതെല്ലാം കൊടുത്തു ഒന്നിച്ച് തിന്നണോ. അങ്ങനെ തിന്നാത്തവനുണ്ടെങ്കിൽ പണ്ടാരോ പറഞ്ഞു നിയമല്ല പറയുന്നത്, സണ്ണോപ്പ് ഇല്ലാത്തവനെ ദൂരെ നിൽക്കും. അത് അവന്റെ ബുദ്ധി. നമ്മ അത് കാട്ടാൻ പാടില്ല. അത് നമ്മ കാട്ടാന് പാടില്ല. പൊരക്കാരൻ ആദ്യം വന്ന് ഒന്നിച്ച് തിന്നാനിക്കണം, ഭക്ഷണം കൂടെ എന്തിലും ഒരു മുക്ക് വള്ളം ഒന്നിച്ചിരുന്നിട്ട് കുടിക്കണം. അപ്പൊ മലക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉസ്താദന്മാർ നിൽക്കുന്ന പണ്ഡിതന്മാർ നിൽക്കുന്ന സദസ്സിൽ നീ വല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ചിലപ്പോ എന്തെങ്കിലും ഉസ്താദ് തരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു തങ്ങൾ തരുന്നു. എനക്ക് വേണ്ട പറയാൻ പാടില്ല. അപ്പൊ എടുത്ത് കുടിച്ചോളൂ. അപ്പൊ എടുത്തിട്ട് അത് കുടിച്ചോളൂ. തരുന്ന അത് എടുത്തിട്ട് തിന്നോളൂ. വേണ്ടാന്ന് പറയാൻ ചിലപ്പോ തരുന്ന അതിനു വേണ്ടി എന്റെ കൂടി ഇരുന്നിട്ട് തിന്നട്ടെ എന്ന ആഗ്രഹം. അതുകൊണ്ടായിരിക്കും കൊടുക്കുന്നത്. വേണ്ടാൻ പറയാം. ഇരുന്നിട്ട് ഒരു മുറുക്ക് വള്ളെങ്കിലും നിങ്ങൾ ആണത്വം നിങ്ങൾ തെളിയിക്കണം. അപ്പൊ വിരുന്നുണ്ടാക്കുന്ന കൂടെ ഇരിക്കണം. ചോദിക്കുന്നു, മഹാന്മാർ ഇന്ന സദസ്സിലിരുന്ന് ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ മഹാന്മാർ വന്നിരുന്ന വീട്ടിൽ നീ താമസിച്ചിട്ടുണ്ടോ? അതുണ്ട്. എന്റെ പുരയിൽ വന്ന് ഉസ്താദ് ഇരുന്നിട്ടുണ്ട്, തങ്ങൾ ഇരുന്നിട്ടുണ്ട്, ഇന്നെല്ലാം തങ്ങന്മാർ വന്നിട്ടുണ്ട്. ആ പുരയിലാ ഞാൻ താമസിക്കാം. എന്നാ പോയിക്കോ. ആലിമിനെ ബഹുമാനിച്ച് പണ്ഡിതനെ ബഹുമാനിച്ച് അല്ലാഹു നൽകുന്ന സ്ഥാനമാണത്. അതുകൊണ്ട് വിരുന്നുണ്ടാക്കുന്ന സമയത്ത് പൊരക്കാരൻ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പൊ തങ്ങളോട് ചോദിക്കണം, നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ. നല്ല സമയം ഞാൻ പറഞ്ഞില്ലേ, തുടക്കം നന്നാകണമെങ്കിൽ എന്ത് വേണം? തുടക്കം നന്നാണെങ്കിൽ ഹലാലായത് മാത്രമേ ചെയ്യാവൂ. പെണ്ണ് കെട്ടാൻ പോകുന്നവൻ ഹറാമിലേക്ക് പോകാൻ പാടില്ല. ഒന്നിച്ചിട്ട് ഫോട്ടോ എടുക്കുക, അവളെ കയ്യും പിടിക്കുക, വേണ്ടി വിഷയമെല്ലാം പറയാം. അതൊന്നുമില്ല. പൊട്ടിയാന്നറിയുന്ന പേരെന്ത്? അപ്പോൾ ഇന്ന പേരാണ്. സംസാരം ഉണ്ടെന്ന് മനസ്സിലായി, കാണുന്ന മുഖവും കണ്ടു. ഇപ്പൊ ഫോട്ടോത്തിന് എടുക്കും അങ്ങനെയല്ല. ഫോട്ടോ എടുക്കുന്ന സമയത്ത്, പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പാസ്പോർട്ടിന് കൊടുക്കുമ്പോ ചെവി അടക്കം കാണണോ, കണ്ടിട്ടാണ്
അപ്പൊ മുഖം തേച്ചു കാണും. ആ നിലയ്ക്ക് പോലെ ഈ മുഖം കാണുന്നതിലേക്ക് മുഖം കാണും, കയ്യും കാണിക്കാൻ പറയും, കയ്യും കാണിക്കും. ഇതിനപ്പുറമുള്ള വിഷയമൊന്നുമില്ല. അതിനപ്പുറം ചിലതെല്ലാം അമിതം. ഇതൊന്നും നമുക്ക് പറ്റാത്ത. ഈ തുടക്കത്തിൽ ഈ പണി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഓന് ഒന്നിച്ച് ഓളെ ഒന്നിച്ച് പോകുന്നില്ല. ഓൻ തീരുമാനിച്ച് വിവാഹം കഴിച്ച് നിശ്ചയിച്ചതിന് ശേഷം ഓന്റെ സ്വന്തം ഓളെ പോലെ നടക്കും. ഓർ തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോക്ക് ഒന്നിച്ച് ഉപ്പയും വിടുന്നു, ഉമ്മയും പോട്ടവർ മംഗലം കഴിയുന്നവരല്ലേ. പിന്നെ എങ്ങനെ ഈ നല്ല കിടാക്കാൻ ഉറപ്പെടുന്നത്? പിന്നെ എങ്ങനെ ഈ ഉപ്പാക്കും ഉമ്മാക്കും അത് ഗുണത്തിന് കിട്ടുന്നത്? തുടക്കം നന്നായാലേ ഒടുക്കം നന്നാകൂ. ഇതിന്റെ തുടക്കം തന്നെ ഹറാമിലേക്കാണ് പോകുന്നത്. പിന്നെ എങ്ങനെ ആ കുട്ടി നന്നാകും? അതിൽ ജനിക്കുന്ന കുട്ടി എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്ന കുട്ടിയാകുക? ഞാൻ പറയുന്നത് പോലെ എന്റെ മക്കൾ കേൾക്കാറില്ല. എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ഉസ്താദിനെ കൊണ്ട് മന്ത്രിപ്പിച്ചു, തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചു. ആര് മന്ത്രിച്ചാലും അവന്റെ സ്വഭാവം മാറുന്നില്ല. ഉസ്താദെ, തുടക്കം നന്നായിട്ടുണ്ടോ? എവിടെയാണ് ഒരു തെറ്റ് വന്നതെന്ന് ഓർക്കണം. എന്തോ ഒരു തെറ്റ് നമ്മളിൽ വന്നിട്ടുണ്ട്. ആ തെറ്റിന്റെ കാരണം കൊണ്ടാണ് ഞാൻ ഓർക്കുന്നു, ഇമാമുൽ ഹറമൈനാണ് താൻ ദർസ് ചൊല്ലി കൊടുക്കുന്ന സമയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബോൾ അങ്ങോട്ട് വന്നു, പന്ത് വന്നു. കൂട്ടത്തിൽ ഒരു കുട്ടി അതിനെ തിരിഞ്ഞു നോക്കി. ആ പന്ത് തിരിച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൊടുത്തു, വേറൊന്നും ചെയ്തിട്ടില്ല. ഉടനെ ഇമാമുൽ ഹറമൈൻ പറഞ്ഞു, അയാളെ ജനനത്തിന് വല്ല തകരാറുണ്ടെന്ന് തോന്നുന്നു. അയാളെ ജനനത്തിന് വല്ല തകരാറുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ദർസ് ശ്രദ്ധിക്കാതെ കുട്ടികളെ ശ്രദ്ധിച്ച ഒറ്റ കാരണം കൊണ്ട് അവർ വിലായത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു പറഞ്ഞു, ഇതിന്റെ പ്രവയിൽ തകരാറും സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞ അത് തെറ്റൂല. ഉടനെ അന്വേഷിച്ചു. അവസാനം ആ ഉമ്മ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ ഹൈൽ കുളിക്കുന്നതിന് മുമ്പ് എന്റെ ഹൈൽ രക്തം മുറിഞ്ഞു. കുളിക്കുന്നതിന് മുമ്പുമായി പാപ്പയുമായി ബന്ധപ്പെട്ടതിൽ ജനിച്ച മകനാണിത്. ആ തകരാറാണ് മോന് കാണിച്ചത്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകും. തുടക്കം ചീത്തയായാൽ ഒടുക്കവും ചീത്തയാണ്. അത് ജീവിതത്തിന്റെ കുട്ടികൾ കാണിക്കാതിരിക്കില്ല. ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ആ ബന്ധം നന്നായാലേ അതിൽ ജനിക്കുന്ന കുട്ടികളും നമുക്ക് ഉപകരിക്കുന്ന മക്കളാവുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും നന്നാകില്ല. കുഞ്ഞ് ജനിച്ചെന്ന് കണ്ടാൽ തന്നെ ഉടൻ തന്നെ കേക്ക് മുറിക്കാൻ ആര് പഠിപ്പിച്ചു തന്നോ? ആരെ സമ്പ്രദായമാണ് കേക്ക് മുറിക്കുക? ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നു. എന്തൊരു സന്തോഷാണ് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഒരു കൊല്ലം എങ്കിലും കഴിഞ്ഞു കിട്ടിയല്ലോ റബ്ബേ എന്ന സന്തോഷമാണ് നമുക്കുള്ളത്. ഒരു കൊല്ലം തീർന്നു എന്നുള്ള ബേജാറിന് പകരം കേക്ക് മുറിച്ച് സന്തോഷിക്കുകയാണ്. എനിക്ക് തന്ന 50ഓ 60ഓ വയസ്സിൽ നിന്ന് ഒരു കൊല്ലം തീർന്നുപോയി എന്നുള്ളതിൽ ദുഃഖിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഇനി ഇല്ല, എനിക്കിട്ട് കുറഞ്ഞു കൊണ്ടുവരികയാണ് നമ്മുടെ ആയുസ്സുകള്. അത് ഓർക്കാതെ കണ്ട് ഈ സന്തോഷത്തിന് മുതിരുന്നവർ ഓർക്കണം. ക്രിസ്ത്യാനികൾ ചെയ്യുന്നവർ, ജൂതന്മാർ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കളുടെ മുമ്പിൽ അത് അനുവദിച്ചു കൊടുക്കരുത്. കുട്ടികളുടെ തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകും. ഉള്ള കുരുത്തക്കേട് മുഴുവനും ഉൾപ്പ ചെയ്തു കൊടുത്താൽ മക്കളത് തിരിച്ച് അതിന്റെ ശമ്പളടക്കം അതിന്റെ വട്ടിയടക്കം മക്കൾ തന്നേക്കും. തിരിച്ച് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയത് മാത്രം ഓരെന്ത് പറയുന്നു അതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ റെഡി. ഇതിന്റെ ഇടയ്ക്ക് കേരളത്തിൽ കണ്ടല്ലോ ഒരു ഗണപത്തിന്റെ രൂപമുണ്ട്, മോനിട്ടിട്ട് ശരിയുള്ള ഉപ്പ ചെയ്യും. മക്കൾ എന്ത് ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കാൻ രക്ഷിതാവ് തയ്യാറാണ്. പിന്നെ ഈ മോനെ എങ്ങനെ നിങ്ങൾക്ക് ഉപകരിക്കും? ഒരു കാലത്തും ആ മക്കളിൽ ഉപകരിക്കില്ല. ഹക്കീക്കത്ത് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ പറയുന്നു, ഉപ്പയുടെ ഉത്തരവാദിത്തമാണ് ഹക്കീക്കത്ത് കുട്ടിക്ക് അറുത്തു കൊടുക്കല്. ഉപ്പാന്റെ ആഖിറത്തുള്ള ഗുണത്തിന് വേണ്ടിയുള്ളതാണ് ഈ കുട്ടിയെങ്കിൽ ആ ഗുണം കിട്ടണമെങ്കിൽ ആ കുട്ടിന്റെ പേരിൽ ഹക്കീക്കത്ത് അറുത്തു കൊടുക്കണം. നമ്മ കാവുകുത്ത് നല്ല ഉഷാറാക്കി, തൊട്ടിൽ കെട്ടു നല്ല ഉഷാറാക്കി. ശറഅ് പറഞ്ഞ നിയമമുണ്ട്. കുഞ്ഞിന്റെ മുടിയെടുത്തു കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം, അതിന്റെ 20-30 ശറഅ് പറഞ്ഞ സുന്നത്തായ ദിവസം 7ാമത്തെ ദിവസം മുടി കളയണം. ആ മുടി കളയുന്നത് മുഴുവനും മുടികളും എടുത്ത് സൂക്ഷിച്ച് എടുത്ത് ജ്വല്ലരിയിലേക്ക് കൊണ്ടുപോകും.
എന്നിട്ട് ഒരു ത്രാസിൽ അതിന്റെ എത്ര തൂക്കമുണ്ട് ആ തൂക്കത്തിന് സ്വർണം കൊടുക്കുക. 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ 2000 രൂപ വിലക്കുള്ള സ്വർണം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ആ തൂക്കത്തിനനുസരിച്ചുള്ള സ്വർണം കുട്ടിന്റെ പേരിൽ സ്വതക്ക കൊടുക്കുക. എങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ആ കുട്ടി നിനക്ക് ഉപകരിക്കും. ആ തൂക്കത്തിൽ അതോടുകൂടി ഹഖീഖത്ത് അറുത്ത് കൊടുക്കുക. നിന്റെ ആഖിറത്തിന് ആ കുട്ടി ഉപകരിക്കും. എന്റെ ഉപ്പ ഇന്ന ദോഷം കൊണ്ട് നരകത്തിലേക്ക് വിധിക്കപ്പെട്ടാണെങ്കിൽ ആ മകൻ കൈ പിടിച്ചു പറയും എന്റെ ഉപ്പയാണത്, അതുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല, എന്റെ ഉപ്പയെ സ്വർഗത്തിലേക്ക് കൊണ്ടേ തീരൂ എനിക്ക് എന്നാ മകൻ പറയണമെങ്കിൽ കുട്ടിയുടെ പേരിൽ ഹഖീഖത്ത് അറുത്ത് വേണമെന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെന്തല്ലോ കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കാരേ ഇല്ല. കുടുംബത്തിന് മോശം ഇത്ര ജോറാക്കി ഒരു കാകുത്തുള്ളത് ഒരു തൊട്ടിൽ കെട്ടി അതാരും അത്ര ഉഷാറാക്കാൻ പറഞ്ഞ നിയമം ഇതാ. നല്ലൊരു പോത്തർത്തു അല്ലെങ്കിൽ ഒരു ആടർത്തു 2 വയസ്സ്, അല്ലെങ്കിൽ ഒരു മൂരിക്കുട്ടനെ അർത്തു കൊടുക്കുക 2 വയസ്സ്, അത് അർത്ഥം കൊടുക്കുക. കിടാവിന്റെ എല്ലാ പാവപ്പെട്ടവരും കിടാവ് നന്നായി. ഇതൊന്നും ഞാൻ ചെയ്യല, ബാക്കിയുള്ള കാര്യമില്ല. റെഡി കടം വാങ്ങിയിട്ടാണെങ്കിൽ എല്ലാം ഉഷാർ. പിന്നെ എങ്ങനെ തുടക്കം നന്നായേ ഉടക്കം നന്നാവുകയുള്ളൂ. കുട്ടി നമ്മൾക്ക് ഉപകരിക്കണമെങ്കിൽ ഈ ജാതി പ്രവണതകൾ ഒഴിവാക്കി ശറഅ നമ്മോട് എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ നാം ചെയ്യാവൂ. അതിനപ്പുറം പോയാൽ അല്ലാഹു വിടില്ല, അല്ലാഹു ഒരിക്കലും വിടില്ല. അതുകൊണ്ട് നല്ലതിൽ മുളച്ചത് മാത്രമേ നല്ലതിലേക്ക് പോവുകയുള്ളൂ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ എല്ലാം അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് ലോകത്ത് നടക്കുക. സ്വർഗത്തിൽ പോകണോ എന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു, നരകത്തിൽ നിങ്ങൾ പോകണോ എന്ന് അല്ലാഹു മുമ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. സ്വഹാബത്തിന്റെ ചോദ്യം, നബിയേ പിന്നെ എന്തിനാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്, എന്തിനാണ് നോമ്പ് നോക്കുന്നത്, എന്തിനാണ് മാലപാടുന്നത്, എന്തിനാണ് ഖുർആൻ ഓതുന്നത്, എന്തിനാണ് കഷ്ടപ്പെടുന്നത്, അല്ലാഹു മുമ്പ് തന്നെ തീരുമാനിച്ചതല്ലേ എന്ന് സ്വഹാബത്തിന്റെ ചോദ്യത്തിന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. കുല്ലും മുയസ്സറുൻ ലിമാ ഖുലിക. ഏതൊന്നിനു വേണ്ടിയാണോ അല്ലാഹു സൃഷ്ടിച്ചത് ആ വഴി അല്ലാഹു അവനിക്ക് എളുപ്പമാക്കി കൊടുക്കുന്നു. നല്ലവനെ നല്ലത് ചെയ്യൂ. നല്ലവനാണെന്നതിന്റെ തെളിവാണ് അവൻ നിസ്കരിക്കുന്നത്, അവൻ നോമ്പ് നോക്കുന്നത്, അവൻ സക്കാത്ത് കൊടുക്കുന്നത്, അവൻ സദഖ കൊടുക്കുന്നത്, അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നത്, നല്ല സദസ്സിൽ വന്നിരിക്കുന്നത്, നല്ല മനുഷ്യന്മാരുമായി അവൻ കൂടുന്നതെല്ലാം നല്ലവനാണെന്നതിന്റെ തെളിവാണ്. ചീത്ത മനുഷ്യൻ ചീത്ത കൂട്ടുകെട്ടിനെ അവൻ നിൽക്കുകയുള്ളൂ. അൽ ഖബീസു ലിൽ ഖബീസ് വത്വയ്യിബു ലിത്വയ്യിബ്. ചീത്ത ചീത്തന്റെ കൂട്ടാണ്, അത് അതിനെ പറ്റുള്ളൂ. നല്ലത് നല്ലതിന്റെ കൂട്ടാണ്, നല്ലതിനെ പോവുകയുള്ളൂ. നല്ലവൻ ചിലത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാണ് അവൻ ചെയ്യുന്നത് എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നിസ്കരിക്കണം, നോക്കുന്ന നോമ്പ് നിങ്ങൾ നോക്കണം, കൊടുക്കുന്ന സക്കാത്ത് മുറപോലെ നിങ്ങൾ കൊടുക്കണം, കൊടുക്കുന്ന സദഖ നിങ്ങൾ കൊടുക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മുടികെട്ട് വിളിപ്പിക്കുന്ന ഉമ്മമാരെ കാണാൻ നല്ല സ്റ്റൈലാണ്. ആരുടെ പിന്തുടർച്ചയാണ് നിങ്ങൾക്കുള്ളത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ ഇത് പഠിപ്പിച്ചത്? അല്ല. ഉസ്താദാണോ പഠിപ്പിച്ചത്? അല്ല. തങ്ങളാണോ പഠിപ്പിച്ചത്? അല്ല. അവർ വെച്ച് കട്ട് ചെയ്ത് കാണിച്ചതാണോ? അല്ല. ഇതൊന്നുമല്ലാത്ത ഒരു മോഡൽ നിനക്ക് ആര് പഠിപ്പിച്ചു തന്നു? കുട്ടികൾ എന്താകണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? മുടി കൂടുതൽ വളർത്തുന്ന, ആടി കഴിവിനേക്കാളും കൂടുതൽ, പരിധിയിനേക്കാളും കൂടുതൽ വളർത്തുന്നവൻ അവൻ ആരാണെന്ന് അത് കാണുന്ന ആളുകൾക്ക് അറിയുകയുള്ളൂ. ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവർ, കുട്ടികളെ കയ്യിലാക്കുന്നവർ, നോക്കുന്ന ആളാരെന്നറിയാം? പരിഷ്കാരമുള്ള കുട്ടികളെ അവർ പിടിക്കുകയുള്ളൂ. പരിഷ്കാരമുള്ള കുട്ടികളെ അവർ പിടിക്കുകയുള്ളൂ.
കൂടുതൽ തലയിലുള്ള മുടിയുള്ള ആളാരി ഓൻ കുറച്ച് പരിഷ്കാരം ഉദ്ദേശിക്കുന്ന ഓനെ കയ്യിൽ നമ്മളെ കയ്യിലാക്കാൻ നല്ല പാകമാണ്. ഓന് ഭരിക്കാൻ ഒരു സെക്രട്ടറിയിട്ട് കൊടുക്കാം, മറ്റ് സാധനങ്ങൾ തിന്നു കൊടുത്താൽ നമ്മളെ കയ്യിലേക്ക് തനിയെ വന്നു. ഒരു മോനെ അങ്ങനെയല്ല, ഓൻ ശരിക്കും തൊപ്പിയും വെച്ചിട്ടുണ്ട്, ശരിക്കുള്ള മുടിക്കെട്ടാണ്, എല്ലാം റെഡിയാണ്. ഓൻ്റെ അടുത്തേക്ക് ഓൻ പോരാ, കാരണം കുറച്ച് സ്ട്രോങ് ആണ്. നമ്മ പറയുന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവനാണ് എന്ന് അവർ മനസ്സിലാക്കും. മറ്റവരുടെ മുമ്പിൽ നമ്മുടെ മക്കളെ അല്ലാതെ ആക്കുന്നത് രക്ഷിതാക്കളായ നമ്മളാണ്. പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കണം. ശറഅ നമ്മോട് പഠിപ്പിച്ചു, ചെറിയ കുഞ്ഞിക്ക് നിസ്കാരം പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ വലിയ ആളുകൾ സ്ത്രീകൾ ധരിക്കുന്ന അതേ കമീസ് ധരിപ്പിക്കണം. ഇത് ചെറിയ കുഞ്ഞല്ലേ, ഷഡ്ഡിട്ട് നിസ്കരിച്ചാൽ മതി. ശറഅ പറയുന്നില്ല. പെണ്ണുങ്ങൾ എങ്ങനെയാണ് മറക്കുന്നത്? മുഖവും മുങ്കയും വഴിയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും മറക്കണമെന്ന നിയമം ഉള്ളതുപോലെ നിങ്ങൾ ഈ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ കമീസ് കുഞ്ഞിക്ക് വാങ്ങിക്കൊടുക്കണം. ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല. കൈ പൊക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ കുപ്പായ കൈ തായോട്ട് വരാൻ പാടില്ല. കണ്ടാൽ ഔറത്ത് കണ്ടു നിസ്കാരം ബാത്തിൽ. സുജൂദിന് പോകുന്ന സമയത്ത് കാലടി കാണാൻ പാടില്ല. അത്രയും വലിപ്പമുള്ള കമീസ് വേണം. സ്ത്രീയുടെ ഔറത്ത് എവിടെയാണ്? മുഖവും മുങ്കയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും ഔറത്താണ്. അത് കാലിന്റെ അടിവരെ പൊട്ടു, നമ്മുടെ മുടികൾ പൊട്ടു, എല്ലാം പൊട്ടു. ഇതൊന്നും പുറത്ത് കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷമേ ഒരു പെണ്ണ് നിസ്കരിക്കാൻ നിൽക്കാവൂ. കമീസ് വാങ്ങി കൊടുക്കുന്നവരെ നീളമുള്ള കമീസ് കുട്ടി ഉമ്മമാർക്ക് വാങ്ങിക്കൊടുക്കണം. കുപ്പായ കൈ എങ്ങനെയുണ്ടെന്ന് നോക്കണം. തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കുപ്പായ കൈ തായോട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിന് ഉത്തരവാദികൾ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കളാണ്. അത് മാത്രമേ വാങ്ങിക്കൊടുക്കാവൂ. ചെറിയ കുട്ടികൾക്കും അങ്ങനെ തന്നെ വേണം. ആൺകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള സ്ഥലം മറക്കൽ നിർബന്ധമാണ്. ഷഡ്ഡിയിട്ട് കുഞ്ഞിനെ നിസ്കരിപ്പിക്കരുത് എന്ന് ശറഅ നമ്മോട് പഠിപ്പിക്കുന്ന എന്തിനാണ്? കുട്ടി അതേ പതിവാക്കി കൊണ്ടുവന്നാൽ പ്രായം പൂർത്തിയാക്കുമ്പോൾ തനിയെ അത് ചെയ്തുകൊള്ളും എന്ന രീതിയിലാണ്. എന്നതുപോലെ ചെറുപ്പത്തിലുള്ള കുട്ടികളുടെ മുടിക്കെട്ട് അത് ശരിയാക്കി നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ ഭാവിയിൽ അത് അപകടത്തിലേക്ക് പോകും. പിന്നെ തങ്ങളെടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ദാനധർമ്മം ചെയ്തിട്ട് കാര്യമില്ല. നമ്മ പഠിപ്പിച്ചതേ അത് പാടൂ. അതുകൊണ്ട് തെറ്റിലേക്ക് നമ്മളെ കുട്ടികളെ ഇടരുത്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകും. അതുകൊണ്ട് നമ്മുടെ അടിത്തറ തന്നെ അത് നന്നാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു മൗലിദുണ്ട്. അതുകൊണ്ട് സംസാരം നിർത്തുകയാണ്. റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.